ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോ എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഒരുപാട് അർജുനായിട്ട് കൂടെ ഈ പെണ്ണ് കാണാൻ വന്നത്. ബോഡി അങ്ങനെ എന്തിരിക്കാനാ എന്ന് പറഞ്ഞ ഹീറോ സമാധാനമായിട്ട് താഴെ ഇറങ്ങി വന്ന് താഴെ തന്നിട്ട് ഷാക്കായിരുന്നു ഹീറോയ്ക്ക്. അയ്യോ ഇവനോ എന്ന് പറഞ്ഞ റിയാക്ഷൻ ചേഞ്ച് ആയിരുന്നു. അതെ, അർജുൻ വന്നായിരുന്നു. എങ്ങനെ അർജുൻ വരുന്ന കണ്ടായിരുന്നു. അതെ, അർജുൻ ഡോക്ടർ എന്ന് പറഞ്ഞ അർജുൻ വന്നിരുന്നു. ഒരുപോലെ ഇവനാണ് പെണ്ണ് നോക്കി വന്നത്. അർജുൻ മുറക്കായിരുന്നു. അർജുനൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. മോളെ എന്തമ്മ ഇവന് അർജുന് എന്താ ചെയ്യാ? ഒന്നില്ലമ്മ, അണ്ണിൻ്റെ ഡാഡിയും കാണാൻ വന്നതാ. അപ്പോൾ ഇവനല്ല, അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അർജുൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബേബി വന്നായിരുന്നു ഹീറോയുടെ അടുത്ത്. ഹീറോ ബാക്കിയൊക്കെ ബേബിയായിരുന്നു, വിളിക്കായിരുന്നു. ഷാക്കായിരുന്നു ഹീറോയ്ക്ക്. ഷുഗ അവിടെ ഇരുന്നായിരുന്നു. ഹീറോയിന് ഷുഗനാണ് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഫ്രണ്ട് ഓൾറെഡി ഷാക്കിലി അവിടെ സ്ഥല മാതിരി ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ അതിരുന്നു സ്ഥല മാതിരി ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഷുഗ ആയിരുന്നു. ഹീറോയി ടീ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. ഇവരാ പെണ്ണ് നോക്കുന്നത് ഒന്നും മനസ്സിലായില്ല ഹീറോയ്ക്ക്. അതിനായിട്ട് ഷുഗർ മമ്മി ഡാഡി ഓൾറെഡി വന്നായിരുന്നു. അങ്ങനെ ഷുഗർ വൃത്തിയായിരുന്നു. അതുകൊണ്ട് എൻഗേജ്മെൻറ്റ് ആയിരുന്നു. അവിടെ തന്നെ എൻഗേജ്മെൻറ്റ് ആയി. ആരെ കൊണ്ട്? ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് അർജുനൊക്കെ ഷോക്കായിരുന്നു. എൻഗേജ്മെൻറ്റ് നടത്തുന്നത് കണ്ടിട്ട് ഷോക്കായിരുന്നു. അങ്ങനെ അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. ബേബി മമ്മി വന്ന് ഹാക്ചത് ഇതായിട്ട് അർജുനക്ക് ഷോക്കായിരുന്നു. മമ്മിയാ എന്താ ഇത് നടക്കുന്നത്? ഷുഗർക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഷുഗറിനെ മനസ്സിലായില്ല. ബേബി ഇങ്ങനെ തന്നെ മമ്മി എൻ്റെ കൂടെ ഹാക്ക് ചെയ്യുന്നത് ഷുഗർക്ക് ഷോക്കായിരുന്നു. അതെ, ഷുഗർ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഷുഗർക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഇവൾക്ക് ശരിക്കും ഇവളെ പിടിക്കുമോ? ശരി എന്ന് പറഞ്ഞ് ഷുഗർ മിണ്ടാതിരുന്നായിരുന്നു. അതുകൊണ്ട് ഷുഗർ എല്ലാം ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. ഹീറോയും മമ്മി ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഷുഗർ ഷോക്കായിരുന്നു. ഇവള് പോയിട്ട് നോക്കും മനസ്സിലായല്ലോ പറഞ്ഞിട്ട് ഷുഗർക്കായിരുന്നു. അതുകൊണ്ട് അർജുൻ അവിടെ ഇടി വീണായിരിക്കാം. അർജുൻ ഞാൻ പ്രൊപ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഇവൾക്ക് എൻഗേജ്മെൻ്റ് ആയോ എന്ന് അർജുൻ്റെ വീട് ചെയ്ത ഷുഗർ ഹീറോയിനെ ആക്ട് ചെയ്തതല്ല. കൊഞ്ചി ഓടിക്കുന്ന ബേബിനോട് ഷോക്കിൽ ഷുഗർ നോക്കിയാണ് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് 2 പേർക്ക് തള്ളി ഇടി വീണാനിക്കായി. ഞങ്ങൾ 2 പേരല്ലേ ഇവിടെ വെച്ച് കളിയാക്കുക. ഇപ്പം നമ്മളൊക്കെ ഗതിയായില്ലടി എന്ന് പറഞ്ഞ് 2 പേരും വീട് ചേഞ്ചായിരുന്നു. അങ്ങനെ മാരേജ് എപ്പോൾ വെക്കാമെന്ന് പറഞ്ഞിട്ട് മാരേജ് കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പോയായിരുന്നു. ഹീറോയുടെ 2 ഫ്രണ്ട്സിന് കണ്ട് ഹീറോയി എന്താ നിങ്ങൾ വീട് ചേഞ്ച്? ഇല്ല മച്ചി, ഞങ്ങൾക്ക് 2 പേർക്ക് കിണ വന്നടി. നിനക്ക് ഷുഗർക്ക് എൻഗേജ്മെൻ്റ് ആയി നമുക്ക് ഡ്രീം വന്നടി. പോടി, എനിക്ക് എൻഗേജ്മെൻ്റ് ആയി, ഇതാ കൈ നോക്ക് എന്ന് പറയായിരുന്നു. 2 പേരണ്ടക്ക് ഷാക്കിൽ അവർ വീട്ടിൽ പോയായിരുന്നു. അവർ ഓർക്ക് എങ്ങനെ ഇവർക്ക് 2 സെറ്റായാ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല. അതെ, ഷുഗർ വന്ന കാര്യം അതെന്താ അവർക്കറിയില്ല. അവരില്ലായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. എങ്ങനെ ഇപ്പം എൻഗേജ് ആക്ട് ചെയ്താ അവർക്ക് മാരേജ് ആയിരുന്നു, വൈഫുണ്ട്. അത് ഹീറോയ്ക്ക് ഒന്ന് കൺഫ്യൂസ് ആയിരുന്നു. എന്താ ഒരുപാട് വൈഫില്ലേ ഏതായത് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ മാരീഡ് ഡേ വന്നായിരുന്നു. മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഹീറോ അത് ഇന്ത്യ സൈസ് മാരേജ് ആയി. ഷുഗർ പറഞ്ഞായിരുന്നു കൊറിയയിൽ പോയി കൊറിയ സൈസ് മാരേജ് ചെയ്യാമെന്ന്. ഹീറോയ്ക്ക് തല ആട്ടിയായിരുന്നു. അത് ബേബി കൂടെയാണ് ഹീറോ ഒട്ടി കൊടുക്കുക. ഷുഗറിന് അത് റൂം കഴിച്ചിരുന്നു. അപ്പോൾ ഷുഗർ ഇങ്ങനെ വരുന്ന ഫോൺ അനുസരിച്ച് വെളിയിൽ പോയായിരുന്നു. അപ്പോൾ ബേബിൻ്റെ റൂമൊക്കെ ഒറ്റോട്ടോ. ഷുഗർ വന്ന് നോക്കും, ഹീറോയിനെ കാണുന്നില്ല. അങ്ങനെ ബേബിൻ്റെ റൂമിൽ നോക്കും. ബേബിന് കെട്ടി പിടിച്ച് ഉറങ്ങി കിടക്കിട്ട് വറക്കായിരുന്നു ഹീറോയി. അയ്യോ എൻ്റെ കഥ കിടന്ന് ഉറങ്ങാൻ കാരണത്ത് അതെ ഹീറോയി ഷുഗർ ചിരിച്ചിട്ട് അവിടുന്ന് പോയാൽ ഡേറ്റ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ മമ്മിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തടി ഇങ്ങനെ അപ്പം എപ്പടി കുട്ടി തരുന്നത്? നിങ്ങൾക്ക് പേരെ കൊച്ചി വേണ്ടേ? ഒന്നുണ്ട്, അതിന് കൊഞ്ചിക്കോ എന്നോട് ഇന്ന് കേൾക്കും കാല എന്ന് പറഞ്ഞ് ഹീറോ വയക്ക് പറയായിരുന്നു. മമ്മി തലയെ കടിക്കാൻ. അയ്യോ ഇവിടെ വെച്ചിട്ട് കാര്യം ഒന്നില്ല. ഇവൾക്ക് അതിനായിട്ട് പോയിട്ട് മമ്മി പോയിട്ട് ഒരു വില്ലത്തിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് അതിനായിട്ട് ഒരു അവിടെ ഒരു ആര്യവേദി മെഡിക്കലുണ്ട്. ആ മെഡിക്കലിൽ പോയിട്ട് അവിടെ മെഡിക്കലിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. മമ്മീൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്തടി വന്ന ഇവിടേക്ക്? എന്തടി പറഞ്ഞിട്ട് കാര്യമുണ്ടു? എൻ്റെ മോള് കൂട്ടി തരുന്നില്ല. അവളവിടെ തങ്ങി ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വീട്ടിൽ അവൾ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കില്ല. പോയിട്ട് ആ ബേബിൻ്റെ കൂടെ ഒട്ടേയിരിക്കുക. ഞാൻ കുറേ നാളെ കൂടെ പേരക്കൊച്ചിക്കുക. അതൊക്കെ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ടടി എന്ന് പറയായിരുന്നു ഫ്രണ്ട്. ഇത് കേട്ട ഹീറോയിൻ മമ്മിക്ക് ഷോക്ക്. മരുന്നാ ഇത് കഴിച്ചാ അവൾ പാല് കുടിക്കുന്നുണ്ട്, കളിക്കൊടു. അപ്പം എനിക്ക് പേരക്കൊച്ച് വരും. സത്യമാണോ? അതെ കൊടു എന്ന് പറയായിരുന്നു. ആനെ കൊടു. ശരി, എൻ്റെ മോൾക്ക് ബാദം മിൽക്ക് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ റെഡിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ഹീറോയും മമ്മി വെള്ളത്തിൻ്റെ പ്ലാനിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് ബാദം പാല് നൈറ്റായിരുന്നു. അപ്പോൾ ബേബി പോയിട്ട് ഉറങ്ങാൻ പോയി. ബേബിനോട് പറയായിരുന്നു എന്നെ ഗ്രാൻഡ് മാൻ കൂടെ ഉറങ്ങും. ശരി എന്ന് പറഞ്ഞു ഹീറോയി കുടിച്ചായിരുന്നു. അതിൻ്റെ റൂമുക്ക്
ഷുഗർ റൂമിലുണ്ടായിരുന്നു. ഹീറോയെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വെളിയിൽ വരാൻ പോയായിരുന്നു. അപ്പോൾ ബേബി മോളെ എന്താ മമ്മി എന്നാ ഈ പാല് കൂടി. എന്ത് മമ്മി പാല്? ബാദം പാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറാ. ആ ശരി ഓക്കേ, ഇന്ന് എനിക്ക് കുറച്ചൊരു പണിയുണ്ട് മോളെ. എന്താ പറയുക? എന്താ മമ്മി പറയുന്നത്? ഇല്ല അമ്മ, അതിൻ്റെ ഡാഡി ബുക്ക് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ബാക്കി ഇനി കുറച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞ ബുക്ക് അത് ചുമ്മാ മമ്മി കൊടുത്തതാ, ഈ ബുക്ക് കുറച്ച് പഠിച്ചോ എന്ന് പറയാം. അതിൽ ഹീറോ കുറച്ച് പഠിക്കാൻ വേണ്ടി ബുക്ക് എഴുതി, കുറച്ച് നേരം ബുക്ക് പഠിക്കാം. ശരി, കുറച്ച് ബോറെടുക്കാം, ഷുഗറിന് ഇപ്പോൾ വരാടാന്ന് പറയുന്നു. ശരി എന്താ പഠിക്കാമെന്ന് ബുക്ക് എടുത്ത് പഠിക്കാമായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു. അപ്പോൾ ഷുഗർ വന്നായിരുന്നു. ഷുഗർ വന്ന് നോക്കും, ഹീറോയെ ഒരുമാതിരി റിയാക്ഷൻ കേട്ടാ. ഇത് കണ്ട് ഷുഗർ ഷോക്കായിരുന്നു. എന്ത് പറ്റി ഇവൾക്ക് എന്ന് പറയും. അപ്പോൾ ഷുഗർ വന്ന് എന്ത് പറ്റി? നീ അങ്ങ് പോകുന്നു ഷുഗറോട് പറയായിരുന്നു. ഷുഗർ കൺഫ്യൂസ്ഡായി. നീ ഇവിടുന്ന് പോവാന്ന് ഷുഗറോട് പറയായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായി മമ്മി എന്തോന്ന് എനിക്ക് കാട്ടിട്ടുണ്ട് എന്ന്. ഹീറോയ്ക്ക് കണ്ടുപിടിച്ച് അയ്യോ അവൻ ഹീറോയിനെ ഷുഗർ വിളിക്കുന്ന പോലെ ഫീലായിരുന്നു. ഹീറോയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ ഷുഗർക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കുളിർന്ന് തുടങ്ങി. അപ്പോൾ ഷുഗർക്ക് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. ഷുഗർ അതിനായിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ ഷുഗറൊക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അവൾ കുടിക്കുന്ന പാല് ഞാൻ ഇടി കലക്കി കൊടുത്ത അത് നടക്കുമെന്ന് ഇത് ഷുഗർ കേട്ടു. ഓ ഇതാണ് സംഭവം. അതെ, ഷുഗർ അവിടുന്ന് പോയായിരുന്നു. ഷുഗർ ശരി വേറെ പോയില്ല, എൻ്റെ വൈഫായി പോയില്ല. ശരി അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഷുഗർ വലിയ അകത്ത് റൂം വന്നായിരുന്നു. അപ്പോൾ ഷുഗർ കോൾ ചെയ്ത് ഫ്രണ്ടിനോട് അങ്ങനെ ഒന്നും പറയാൻ വേണ്ട എന്ന് പറഞ്ഞ് ഷുഗർ വന്നായിരുന്നു. അങ്ങനെ ഹീറോയി ഒരുമാതിരി കുറയിലുണ്ടായിരുന്നു. ഷുഗർക്ക് ഷാക്കായിരുന്നു. അപ്പോൾ ഷുഗർ അടുത്ത് വന്ന് ദൂരെ പോകുമെന്ന് പറഞ്ഞ് കുറച്ച് ഇതാക്കി ഷുഗർ കിസ് ചെയ്യുന്നു. അപ്പോൾ ഷുഗർ ശരി ഓക്കെ എന്നാൽ കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്നൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു. ഷുഗർ ഒരു നെട്ടി അടിച്ച് എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു. ഷുഗർ സമാധാനമൊക്കെ ഇല്ല അതൊന്നുമില്ല എന്ന് പറഞ്ഞ ഷുഗർ എല്ലാത്തിൽ കാണുന്നുണ്ട് മമ്മി എന്നെ എണിക്കാൻ കഴിയാതെ ഹീറോ എണിച്ചിട്ട് വന്നു. മമ്മീനെ നോക്കി മുറയ്ക്കായിരുന്നു. എല്ലാത്തിൽ കാണുന്നു നീയല്ലടി ഇതിന് വെച്ചിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെ ഷുഗർക്ക് പിന്നെ കുറച്ച് അവിടെ കൊറിയക്ക് പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കൊറിയക്ക് മാരേജ് മമ്മി ഡാഡി പറയായിരുന്നു. അതുകൊണ്ട് കൊറിയക്ക് പോയായിരുന്നു. അങ്ങനെ കൊറിയൻ സൈസ് മാരേജ് ആയിരുന്നു. അങ്ങനെ വെഡിങ്